രാവിലെ ബ്രേക്കിംഗ് ഹൗസ് വായിക്കുമ്പോഴാണ് അഷ്കർ എന്ന മനുഷ്യരൂപമുള്ള ഷെയ്ത്താനുമായി തെളിവെടുപ്പ്. നിയമവ്യവസ്ഥയോട് ബഹുമാനമുള്ള മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ നാട്ടുകാർ കൈവെക്കുന്നത് കണ്ടാൽ തോന്നേണ്ടത് തെറ്റ് എന്ന വികാരമാണ്. പക്ഷേ പോലീസിന് വട്ടം ചാടിയ ഒരു ചേട്ടൻ അവന്റെ മൂക്കാമ്പട്ട തീർത്ത് ഇടിച്ചത് കണ്ടപ്പോൾ സത്യമായും തോന്നിയത് സന്തോഷമാണ്, തോന്നിക്കൂടാ അപൊക്കമാണ്. എന്റെ പൊന്നു ദൈവമേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഈ സീനൊന്ന് കണ്ടു നോക്കിക്കേ. കുഞ്ഞിനെ പൊള്ളിച്ച ലൈറ്റർ വീട്ടിൽ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ കണ്ടെടുത്തു. തെളിവെടുപ്പിനെത്തിച്ച പ്രതിയെ നാട്ടുകാർ കൈകാര്യം ചെയ്തു. തെളിവെടുപ്പിനിടെ പോലീസും ജനങ്ങളും തമ്മിലും പലവട്ടം സംഘർഷമുണ്ടായി. നാട്ടുകാരുടെ വൻ രോഷപ്രകടനത്തിനിടെ ഒരു വിധത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് മടങ്ങി. ഇത്രയും ക്രൂരത കാട്ടി ഇവനൊക്കെ ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവനെങ്ങാട്ടതാ സാറേ, നമ്മ കൈകാര്യം ചെയ്തോളാം. കരിങ്കല്ലേ വെച്ച് ചുറ്റിക്കടിക്കണം. ഇവനെയൊക്കെ ആ സ്പോട്ടിൽ തന്നെ ചുട്ടുകരിച്ചു കളയണം. ഇവനെ കാണിച്ച് തുപ്പാൻ തോന്നിയ എത്ര പേരുണ്ട്? ഇവന് ഒരടിയെങ്കിലും കൊടുക്കാൻ തോന്നിയ എത്ര പേരുണ്ട്? എന്നാലും ഇവനെയൊക്കെ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സീനൊക്കെ കണ്ടപ്പോഴാണ് എനിക്കിതാണ്ടേ ഇത് ഓർമ്മ വന്നത്. അമ്മാരെന്തെങ്കിലും ചെയ്യട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ശിക്ഷിച്ച് ജയിലിലേക്ക് വെച്ചിട്ട് എന്തോ ചെയ്യാനാ? ദിവസം ചിക്കനും മട്ടനും കൊടുത്ത് ഇങ്ങനെ വീർപ്പിക്കാനോ? കുറെ എണ്ണം കിടപ്പുണ്ടല്ലോ അവിടെ, ഒറ്റ കൈയ്യനും കൈയില്ലാത്തവനും ഒക്കെ ആയിട്ട്. തിരിപ്പോന്ന കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരെ ശിക്ഷിക്കേണ്ടത് നമ്മളല്ലടോ, ജനങ്ങളാ.